രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ രാജ്യസഭാ സെക്രട്ടറി ജനറൽ മുഖ്യ വരണാധികാരി പ്രഖ്യാപിക്കുന്നു. തത്സമയ ദൃശ്യം. And then adding 1 to the quotient. The said quota was 5,28,491. Srimati Draupadi Murmu had secured 2,824 first preference votes, value of which is 6,76,803. 2,824 first preference votes, the value of which is 6,76,803. 1,877 first preference votes were secured by Shri Yashwant Sinha, value of which is 3,80,177. As the first preference vote secured by Srimati Draupadi Murmu was greater than the requisite quota, I, in my capacity as returning officer, declared that Srimati Draupadi Murmu has been duly elected to the office of the President of India. Now, I will be forwarding to the Election Commission of India Form 7 under Rule 35(1)(c), which is the return of election to the office of the President of India, and also a declaration of result of election under Section 11 of the Presidential and Vice Presidential Election Act 1952, read with Rule 35 of the Presidential and Vice Presidential Elections Rules 1974. Election Commission of India would then prepare the certificate of election of Shri Draupadi Murmu as the President of India, jointly signed by Honorable Chief Election Commissioner of India Shri Rajiv Kumar and Honorable Election Commissioner Shri Anup Chandra Pandey. Overall, the 16th presidential election was conducted in a free, fair and orderly manner in Parliament House and across all state capitals in the country. I would also like to take this opportunity to thank the candidates and their authorized representatives for their cooperation, which facilitated early completion of the proceedings. I would also like to convey my humble congratulations to Srimati Draupadi Murmu, the President-elect. Thank you. രാജ്യത്തിന്റെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമുവിനെ തെരഞ്ഞെടുത്ത വിവരമാണ് മുഖ്യ വരണാധികാരി റിട്ടേണിംഗ് ഓഫീസർ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. വേണ്ടതിനേക്കാൾ അധികം വോട്ട് മൂല്യം നേടിയാണ് ദ്രൗപദി മുർമു ഇപ്പോൾ 15ാമത് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ചയാണ് ഔദ്യോഗികമായി ചുമതല ഏറ്റെടുക്കുന്നത്. ചരിത്ര വിജയമാണ് ദ്രൗപദി മുർമു നേടിയത്. അതിന്റെ പ്രഖ്യാപനമാണ് മുഖ്യ വരണാധികാരി ഇപ്പോൾ നടത്തിയത്. ഗോത്രവർഗ വിഭാഗത്തിലെ ആദ്യ രാഷ്ട്രപതി അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനമാണ് നടത്തുന്നത്. जो बैलेट बॉक्स पार्लियामेंट में यूज़ किए गए उन्हें पहले खोला गया, उसके बाद क्रमवार जो स्टेट्स के बैलेट बॉक्सेस थे अल्फ़ाबेटिकल ऑर्डर में उनको खोला गया और काउंटिंग की प्रक्रिया प्रारंभ हुई. कुल मिलाकर 4,754 वोट्स पोल हुए, जिसमें से 4,701 वोट्स वैलिड थे और 53 इनवैलिड थे. इसी के आधार पर कोटा तय किया गया, जिसकी संख्या थी 5,28,491. श्रीमती द्रौपदी मुर्मू जी को 2,824 फर्स्ट प्रेफरेंस वोट्स मिले, जिनकी वैल्यू थी 6,76,803. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമുവിന് ചരിത്ര വിജയം. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ അതിൻ്റെ 3ാം റൗണ്ട് പൂർത്തിയായപ്പോൾ മൊത്തം വോട്ടുകളുടെ 50%-ലധികം ദ്രൗപദി മുർമു നേടിയിരുന്നു. ഇപ്പോൾ 4ാം റൗണ്ടിൻ്റെ കണക്ക് കൂടി
പുറത്തു വന്നതോടെ ഏതാണ്ട് 6,76,000-ൽ പരം വോട്ട് മൂല്യം ദ്രൗപദി മുർമു സ്വന്തമാക്കിയതായി വരണാധികാരി അറിയിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളലുണ്ടാക്കിയാണ് ദ്രൗപദി മുർമുവിൻ്റെ ഈ വിജയം എന്നുകൂടി കാണേണ്ടതുണ്ട്. നൂറുകണക്കിന് പ്രതിപക്ഷ വോട്ടുകൾ കൂടി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ദ്രൗപദി മുർമുവിന് ലഭിക്കുകയും ചെയ്തു. എം പിമാരിൽ 17 പേരുടെ വോട്ട് ദ്രൗപദി മുർമുവിന് അനുകൂലമായി, പ്രതിപക്ഷ വോട്ടുകൾ എന്നതാണ് പ്രാഥമിക കണക്ക്. പക്ഷേ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ MLA-മാരുടെ എണ്ണത്തിൽ 100-ലധികം വോട്ടുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ ദ്രൗപദി മുർമുവിന് അനുകൂലമായി ലഭിക്കുകയും ചെയ്തു. അങ്ങനെ പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളലുണ്ടാവുകയും ചെയ്തു. ദ്രൗപദി മുർമുവിന് ചരിത്ര വിജയം, രാജ്യത്തിൻ്റെ 15ാം രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വലിയ വിജയമാണ്, ചരിത്ര വിജയമാണ്. റൈസീന ഹിൽസിലേക്കുള്ള ദ്രൗപദി മുർമുവിൻ്റെ ഈ യാത്രയിൽ അവർക്ക് പിൻബലമാകുകയും ചെയ്യുന്നത്. ഭരണ മുന്നണിയിലെ വോട്ടുകൾക്കപ്പുറത്തേക്ക് പ്രതിപക്ഷത്തെ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കൂടി ദ്രൗപദി മുർമുവിന് കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വിജയത്തിൻ്റെ തിളക്കമേറ്റുന്നത്. 3ാം റൗണ്ടിൽ തന്നെ 50%-ലധികം വോട്ട് മൂല്യം സ്വന്തമാക്കി. അടുത്ത റൗണ്ടുകളിൽ അത് 6,76,000-ൽ പരം വോട്ട് മൂല്യം എന്ന വലിയ നിലയിലേക്ക് എത്തിക്കുകയും ചെയ്തു. NDA ക്യാമ്പ് കണക്ക് കൂട്ടിയതിനപ്പുറത്തേക്ക് വോട്ട് മൂല്യം ഉയർത്താൻ ദ്രൗപദി മുർമുവിന് അവരുടെ പോരാട്ടത്തിൽ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ വന്നു കഴിഞ്ഞു. രാജ്യത്തിന് ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ആദ്യ രാഷ്ട്രപതിയെ ലഭിക്കുകയാണ് ഈ ഘട്ടത്തിൽ. രാധാകൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. ആർക്കെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഔപചാരികതയായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്, അതും ഇപ്പോൾ പൂർത്തിയായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും അതിന്റെ ആഹ്ലാദത്തിന്റെ പ്രതീകം അവരുടെ വസതിയിൽ, ഡൽഹിയിലെ വസതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് ഡൽഹിയിലെ ദ്രൗപദി മുർമുവിന്റെ വസതിയിലാണ്. അല്പസമയത്തിനകം ഈ വിജയം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുറത്തേക്ക് എത്തുകയും തനിക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ അടക്കമുള്ളവരെ നിയുക്ത രാഷ്ട്രപതി കാണുകയും ചെയ്യും. എല്ലാവരുടെയും ആശംസകൾ അറിയിക്കാനായിട്ടുള്ള ഒരു അവസരമാണ് അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്. വളരെ വലിയ ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ദ്രൗപദി മുർമു എന്ന സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് വലിയ മാറ്റ് നൽകുന്നതാണ്. BJP രാഷ്ട്രീയമായി ലക്ഷ്യമിട്ടത് എന്താണോ അതിന് പറ്റുന്ന വിധത്തിലുള്ള ഒരു ഫലം നൽകാനായി ദ്രൗപദി മുർമുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചത്. അതിന് ഉതകുന്ന വിധത്തിൽ പ്രതിപക്ഷ നിരയിൽ പ്രത്യക്ഷമായും പരോക്ഷമായും വിള്ളലുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ വിധത്തിലുള്ള ഫലം ഉണ്ടാക്കാനായി ഭരണപക്ഷത്തിന് സാധിച്ചിരിക്കുന്നു. വളരെ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ദേശീയ രാഷ്ട്രത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ഫല പ്രഖ്യാപനം. അല്പസമയത്തിനകം തന്നെ അവർ പുറത്തേക്ക് എത്തുകയും ഈ തനിക്ക് ഉണ്ടായിരിക്കുന്ന വിജയത്തിൽ ഉള്ള സന്തോഷം ആളുകളുമായി പങ്കുവയ്ക്കുകയും ചെയ്യും. വിജയകുമാർ, ഭരണാധികാരിയായ രാജ്യസഭാ സെക്രട്ടറി ജനറൽ PC മോദിയാണ് ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വോട്ട് മൂല്യം കണക്കിലെടുത്താൽ 6,76,000-ൽ പരം വോട്ട്, 6,76,803 വോട്ട് മൂല്യമാണ് ദ്രൗപദി മുർമു നേടിയിരിക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ നിന്ന് പോലും വോട്ടുകൾ വലിയ തോതിൽ ദ്രൗപദി മുർമുവിന് ലഭിച്ചു. 15ാമത് രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വലിയ ആഘോഷമാണ് ഡൽഹിയിൽ BJP ക്യാമ്പുകളിൽ, NDA ക്യാമ്പുകളിൽ ഉണ്ടാകുന്നത്. ദ്രൗപദി മുർമുവിൻ്റെ ജന്മനാടായ ഒഡീഷയിൽ ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ആഘോഷമാണ്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇത് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളികൊട്ട് എന്ന നിലയിലായിരുന്നു NDA ക്യാമ്പ് ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കണ്ടത്. നേരത്തെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന ഘട്ടത്തിൽ അപ്പോൾ കേട്ടിരുന്നത് NDAക്ക് ഒരു പക്ഷേ ഒരു ചലഞ്ച് കൊടുക്കാൻ പ്രതിപക്ഷത്തിലേക്ക് കഴിയുമെന്നായിരുന്നു. പക്ഷേ ദ്രൗപദി മുർമുവിൻ്റെ പേര് അപ്രതീക്ഷിതമായി BJPയുടെ പാർലമെന്ററി ബോർഡ് പ്രഖ്യാപിച്ചതോടെ ആ ചലഞ്ച് കൊടുക്കാൻ പറ്റുമായിരുന്ന ഘട്ടത്തിൽ നിന്ന് പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളലുകൾ ഉണ്ടായി. പ്രതിപക്ഷ നിരയോടൊപ്പം ഉണ്ടായിരുന്ന മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത പല പാർട്ടികളും പിന്നീട് ഒരു ഗോത്രവർഗ രാഷ്ട്രപതിക്ക് വേണ്ടി വോട്ട് ചെയ്യാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കുകയായിരുന്നു. JDS അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത്തരം തീരുമാനമെടുത്തു. ജാർഖണ്ഡ് മുക്തി മോർച്ച അടക്കം, ശിവസേന അടക്കമുള്ള പാർട്ടികൾ പിന്നീട് NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന തീരുമാനം രാഷ്ട്രീയമായി എടുക്കുകയും ചെയ്തു. ആ നിലയിൽ പ്രതിപക്ഷ നിരയെ ഛിന്ന ഭിന്നമാക്കാൻ ദ്രൗപദി മുർമുവിൻ്റെ സ്ഥാനാർത്ഥിത്വം NDA BJP ഉപയോഗിക്കുകയും ചെയ്തു. അതുകൂടി ഈ വലിയ വിജയം, ഈ ചരിത്രപരമായ വിജയത്തിൻ്റെ പ്രധാന ഘടകമാവുകയും ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയമായി നടത്തിയ ഒരു നീക്കമായിരുന്നു. അതായത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം. അതായത് MLA-മാരുടെ ഒക്കെ കണക്ക് നോക്കിയാൽ BJPക്ക് NDAക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ പറ്റുമായിരുന്ന ഘട്ടത്തിൽ അതിനെ നിഷ്പ്രഭമാക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു BJP
പി കാഴ്ചവെച്ചത് ഈ ദ്രൗപദി മുർമുവിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ അത് വിജയം കാണുകയും അത് വലിയ തോതിൽ പ്രതിപക്ഷ നിരയിൽ ഭിന്നത ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് 6,76,803 വോട്ട് മൂല്യം എന്ന വലിയ വിജയത്തിലേക്ക് BJP ക്യാമ്പിനെ എത്തിക്കുകയും ചെയ്തത്. അങ്ങനെ ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിവരമാണ് ഔദ്യോഗികമായി മുഖ്യ ഭരണാധികാരി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ദ്രൗപദി മുർമു ഔദ്യോഗിക വസതിയിൽ പുറത്തേക്കെത്തി അവിടെ ഉള്ളവരോട് സംസാരിക്കും, അഭിസംബോധന ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആർക്കെ തുടരുകയാണ്. രാധാകൃഷ്ണൻ, ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വലിയൊരു രാഷ്ട്രീയ നമുക്ക് ആ ഔദ്യോഗിക വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അവിടെ ദ്രൗപദി മുർമുവിന് അഭിനന്ദനം അറിയിക്കാനൊക്കെ എത്തുന്ന ആളുകളെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വസതിയിലെത്തി ആശംസകൾ അറിയിച്ചിരുന്നു. പ്രതിപക്ഷ നിരയിലെ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹ ദ്രൗപദി മുർമുവിനെ അഭിനന്ദിച്ചിരുന്നു. അങ്ങനെ അഭിനന്ദന പ്രവാഹമൊക്കെ നമുക്ക് കാണാം. ഇത് അവരുടെ വസതിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ആർക്കെ കേൾക്കാമെങ്കിൽ ഇത് രാഷ്ട്രീയമായി ഉള്ള ഒരു ഏറ്റുമുട്ടൽ കൂടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോരാട്ടത്തിൻ്റെ സാധ്യത പ്രതിപക്ഷ നിരയ്ക്കുണ്ടായിരുന്നു. അത് ദ്രൗപദി മുർമുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെയാണ് ഇല്ലാതായത്. പക്ഷേ പിന്നീട് അവശേഷിച്ചിരുന്ന ആ പോരാട്ടവീര്യം അത് ചിന്നിച്ചിതറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ വഴി എങ്ങനെയായിരുന്നു ആർക്കെ ദ്രൗപദി മുർമുവിൻ്റെ സ്ഥാനാർത്ഥിത്വം അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്? ഇതിനിടയിലെ രാഷ്ട്രീയ നാടകീയതകൾ അത് നമുക്കൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും വിജയൻ, ആദ്യം BJPയെ സംബന്ധിച്ച് അവരുടെ പട്ടികയിൽ ദ്രൗപദി മുർമുവിന്റെ പേര് ഉണ്ടായിരുന്നെങ്കിലും ആ പേരിലേക്ക് വലിയ സമ്മർദ്ദമോ അല്ലെങ്കിൽ ആ പേര് പ്രഖ്യാപിക്കപ്പെടുമോ എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നില്ല. BJP മറ്റു ചില പേരുകളാണ് പ്രചരിപ്പിച്ചിരുന്നത്. അവരുടെ അടിസ്ഥാനത്തിൽ തന്നെ അവർ പ്രചരിപ്പിച്ചിരുന്നത് അങ്ങനെ മറ്റു ചില പേരുകളായിരുന്നു. പക്ഷേ പ്രതിപക്ഷ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ആർക്കേക്ക് അറിയാം, ദ്രൗപദി മുർമുവിന്റെ വസതിയിലാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ നൽകുന്നത്. ദ്രൗപദി മുർമു ഇപ്പോൾ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം വസതിക്ക് പുറത്തേക്ക് വരികയാണ്. അവിടെ ഒരു പ്രത്യേക വേദി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ ഒരു കസേര ദ്രൗപദി മുർമുവിന് വേണ്ടി അവിടെ ഒഴിച്ചിട്ടിരുന്നുണ്ട്. അവിടേക്ക് അവരെത്തുകയാണ്. നിരവധി BJP പ്രവർത്തകരും അതുപോലെ ഒഡീഷയിലെ അവരുടെ ജന്മനാട്ടിൽ നിന്നെത്തിയ പ്രവർത്തകരും ഒക്കെ ആരാധകരും സുഹൃത്തുക്കളും ഒക്കെ അടങ്ങിയ ഒരു വലിയ ആൾക്കൂട്ടം അവിടെയുണ്ട്. അല്പസമയത്തിനകം ആ പ്രത്യേക വേദിയിൽ ദ്രൗപദി മുർമു എത്തും, എല്ലാവരോടും സംസാരിക്കും. കേന്ദ്രമന്ത്രിമാരടക്കം BJP നേതാക്കൾ അടക്കമുള്ളവർ അവിടെയുണ്ട്, NDA നേതാക്കൾ അടക്കമുള്ളവർ അവിടെയുണ്ട്. ദ്രൗപദി മുർമുവിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള വേദിയാണ്, ഒരു കൂറ്റൻ വേദിയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അവിടേക്ക് എത്തുകയാണ് ദ്രൗപദി മുർമു, ഇന്ത്യയുടെ നിയുക്ത രാഷ്ട്രപതി, 15ാമത് രാഷ്ട്രപതി, ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട ആദ്യ രാഷ്ട്രപതി, രണ്ടാമത്തെ സർവ്വ സൈന്യാധിപ. അങ്ങനെ പ്രത്യേകതകളേറെയുണ്ട് ദ്രൗപദി മുർമുവിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ദ്രൗപദി മുർമുവിൻ്റെ വസതിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്പസമയത്തിനകം അവർ അവിടെ സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ആശംസകൾ അറിയിക്കുകയാണ്, അഭിനന്ദനം അറിയിക്കുകയാണ്. ഇന്ത്യയുടെ നിയുക്ത രാഷ്ട്രപതിയെ അഭിനന്ദനം അറിയിക്കുകയാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വസതിയിലെത്തി ആശംസകൾ അറിയിച്ചിരുന്നു. BJP അധ്യക്ഷൻ JP നദ്ദ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ നേതാക്കൾ അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരടങ്ങുന്ന വലിയ സംഘമൊക്കെ ദ്രൗപദി മുർമുവിൻ്റെ വസതിയിലുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയം മുമ്പാണ് രാജ്യസഭ സെക്രട്ടറി ജനറൽ ദ്രൗപദി മുർമുവിൻ്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 6,76,803 വോട്ട് മൂല്യം നേടിയാണ് ചരിത്ര വിജയം നേടിയിരിക്കുന്നത് ദ്രൗപദി മുർമു. ആർക്കെ പറഞ്ഞു നിർത്തിയെടുത്തും തുടങ്ങാം. എങ്ങനെയായിരുന്നു ഈ യാത്ര, അതിനിടയിലെ രാഷ്ട്രീയ നാടകീയതകൾ? വിജയൻ, ആദ്യം BJP പാർലമെന്ററി ബോർഡിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന പട്ടികയിൽ ഏറ്റവും അവസാനത്തെ പേരായിരുന്നു ദ്രൗപദി മുർമുവിൻ്റേത്. വ്യത്യസ്ത രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാജ്യത്ത് ഉരുത്തിരിഞ്ഞു. രണ്ട് കോണുകളിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷത്താണെങ്കിലും രണ്ട് കോണുകളിൽ നിൽക്കുകയും പ്രതിപക്ഷത്തിൻ്റെ നേതൃനിര, പ്രതിപക്ഷ ഐക്യത്തിൻ്റെ നേതൃനിര തങ്ങൾക്കാണ് എന്ന് വാദിക്കുകയും ചെയ്തിരുന്ന കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് 2024 തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരുമിക്കാൻ തീരുമാനിച്ച ഒരു
ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് BJPയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാകുന്ന വിധത്തിലേക്ക് ചിന്ത തിരിഞ്ഞത്. BJP ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസും ഒപ്പം തൃണമൂൽ കോൺഗ്രസും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേരുകൾ മുന്നോട്ട് വയ്ക്കുകയും വലിയ ഒരു പോരാട്ടം കാഴ്ചവെക്കാനായി ശ്രമിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ BJPയെ സംബന്ധിച്ച് 50% വോട്ടുകൾ നേടുക എന്നുള്ളത് ഒരു അവർക്ക് സാധിക്കുമായിരുന്ന ഒന്നാണെങ്കിലും പക്ഷേ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിതിവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 50% വോട്ടുകൾ NDAക്ക് ഉണ്ടാകാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് വലിയ ശക്തമായിട്ടുള്ളൊരു പോരാട്ടം കാഴ്ചവെക്കാനായി പ്രതിപക്ഷ സഖ്യം ഉണ്ടാകുന്നത്. പക്ഷേ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ചത് ശരത് പവാറിനെ ആയിരുന്നു. ശരത് പവാർ വഴങ്ങിയില്ല. ഫറൂഖ് അബ്ദുള്ളയെ പരിഗണിച്ചു, അദ്ദേഹവും വഴങ്ങിയില്ല. അതിനുശേഷം ആണ് യശ്വന്ത് സിൻഹയിലേക്ക് എത്തുന്നത്. യശ്വന്ത് സിൻഹയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ യശ്വന്ത് സിൻഹയുടെ പേര് നിർദ്ദേശിക്കുന്നത് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി ആ പേര് നിർദ്ദേശിക്കുന്ന ഘട്ടത്തിൽ ശരത് പവാർ മുന്നോട്ട് വെച്ച നിർദ്ദേശം അദ്ദേഹം രാഷ്ട്രീയം വിടണം, രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെച്ച് അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചാണ് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാനായിട്ടുള്ള സന്നദ്ധത വ്യക്തമാകുന്നത്. ഈ ഘട്ടത്തിലാണ് അതിന് തൊട്ടടുത്ത ദിവസം ആണ് BJPയുടെ പാർലമെന്ററി ബോർഡ് ചേരുന്നത്. ആ പാർലമെന്ററി ബോർഡിലാണ് ദ്രൗപദി മുർമുവിൻ്റെ പേര് പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇതുവഴി രണ്ട് കാര്യങ്ങളാണ് BJP ലക്ഷ്യമിടുന്നത്. ഒന്ന്, ആ മേഖലയിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് സംഭരിക്കുക എന്നുള്ളത്. നമുക്ക് സ്ഥിതിവിവരം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഇന്ത്യയിലെ 10ഓളം സംസ്ഥാനങ്ങളിൽ വളരെ വലിയ പ്രാതിനിധ്യം ഈ ആദിവാസി ഗോത്ര മേഖലയിലെ വിഭാഗങ്ങൾക്ക് ഉണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനായിട്ടുള്ള അംഗബലം അവർക്കുണ്ട്. ഇതാണ് ആദ്യം BJPയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം. രണ്ടാമത്തത്, ജാർഖണ്ഡ് ഒപ്പം ഒഡീഷ, പശ്ചിമ ബംഗാൾ തുടങ്ങുന്ന പണ്ട് നാഗ്പൂർ മേഖല എന്ന് വിളിച്ചിരുന്ന മേഖലയിൽ വലിയ സ്വാധീനമുള്ള വിഭാഗമാണ് സാന്താൾ വിഭാഗം. അവരൊരു ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് ഒക്കെ വലിയ പോരാട്ട വീര്യം കാണിച്ച ഒരു വിഭാഗമാണ്, സംഘടിതമായിട്ടുള്ള ഒരു വിഭാഗമാണ്, വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ട് സാന്താൾ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പിന്നാക്ക വിഭാഗത്തിനെ തങ്ങൾ പരിഗണിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ മേഖലയിലുള്ള വോട്ടുകൾ കൂടുതൽ സമാഹരിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ ആ മേഖലയിലെ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായിട്ട് ചലിപ്പിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് BJP മനസ്സിലാക്കിയത്. അങ്ങനെയാണ് BJP ദ്രൗപദി മുർമുവിൻ്റെ പേര് പ്രഖ്യാപിക്കുന്നത്. ദ്രൗപദി മുർമുവിനെ ജാർഖണ്ഡിലെ ഗവർണറാക്കിയ ഘട്ടത്തിൽ, ജാർഖണ്ഡിലും ഈ സാന്താൾ വിഭാഗക്കാർ നിരവധി ഉണ്ട്. ആദ്യത്തെ 5 വർഷം പൂർത്തിയാക്കിയ ഗവർണർ കൂടിയാണ് ദ്രൗപദി മുർമു ജാർഖണ്ഡിൽ. അവിടെ പ്രവർത്തിച്ച ഘട്ടത്തിലും BJPക്ക് നേട്ടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ജാർഖണ്ഡിൽ BJP കണ്ടതാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ പ്രഖ്യാപനം വന്നപ്പോൾ ആദ്യം ഇതിനു വേണ്ടി ഈ സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വലിയ രീതിയിൽ ശബ്ദിച്ചുകൊണ്ടിരുന്ന മമതാ ബാനർജി അവർ പിന്നിലേക്ക് നടന്നു. മമതാ ബാനർജി തന്നോട് ആലോചിച്ചിട്ടാണ് ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്നും അവർ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നും മമതാ ബാനർജി മുൻകൂർ ജാമ്യം എടുത്തു. അതോടുകൂടി യശ്വന്ത് സിൻഹ എന്ന സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിന് ഉള്ളിൽ തന്നെ അംഗീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യമുണ്ട്. ഒപ്പം പശ്ചിമ ബംഗാളിലേക്ക് അദ്ദേഹം വരേണ്ട ആവശ്യമില്ല എന്ന നിലപാട് മമതാ ബാനർജി സ്വീകരിച്ചു. അതോടുകൂടി ഏതാണ്ട് പ്രതിപക്ഷ നിരയിലെ ഒരു വലിയ ഭിന്നത രൂപപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. തുടർന്ന് ജാർഖണ്ഡ് മുക്തി മോർച്ചയെ വലിയ സമ്മർദ്ദത്തിലൂടെ കോൺഗ്രസ് അനുകൂലമാക്കാൻ ശ്രമിച്ചെങ്കിലും ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് ഈ സാന്താൾ വിഭാഗത്തെ ഈ പിണക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് ജാർഖണ്ഡിൽ ഇല്ല എന്ന ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അവരതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അങ്ങനെ പല മേഖലകളിലും നവീൻ പട്നായിക്കിന്റെ തീരുമാനം അടക്കം വന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഇതോടുകൂടി പ്രതീക്ഷിച്ച പ്രതിപക്ഷ ഐക്യം ഛിന്ന ഭിന്നമാകുന്ന ഒരു കാഴ്ചയ്ക്കാണ് പിന്നീട് രാജ്യം സാക്ഷ്യം വഹിച്ചത്. യശ്വന്ത് സിൻഹ ഒരുപക്ഷെ വളരെ ശക്തമായിട്ട് ഈ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുകയും തൻ്റെ പ്രവർത്തനം കൊണ്ട് വളരെ കൂടുതൽ വോട്ട് സമാഹരിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഈ ബാലറ്റ് ബോക്സിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വസ്തുത. അങ്ങനെ ഇന്ന് വോട്ടെണ്ണുമ്പോൾ BJP പ്രതീക്ഷിച്ചിരുന്നത് ആദ്യം 50% മുകളിൽ നേടി വിജയിക്കാമെന്നായിരുന്നെങ്കിൽ 60% പിന്നീട് ആ ആലോചന മാറി 3-2 നേടി വിജയിക്കാം എന്ന വിധത്തിലേക്ക് BJPയുടെ ചിന്തയെ എത്തിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ ഈ ഫലം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത് മാത്രമല്ല 104 MLA മാരാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രോസ്
വോട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 17ഓളം MP-മാർ, പാർലമെന്റ് അംഗങ്ങൾ ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നു. എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയും ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് അത്. ഈ കണക്കിന്റെ പിൻബലം കൂടി ഈ വിജയം നൽകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ 2024 തയ്യാറെടുപ്പുകൾക്ക് BJPക്ക് വലിയ ഊർജം നൽകുന്നതാണ്, പ്രതിപക്ഷ നിരയ്ക്ക് ഒരു ബോധം നൽകുന്നതാണ് ഈ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള അതിന്റെ തുടർച്ചയെന്ന രീതിയിലുള്ള ഒരു പ്രതിഫലനം ഇപ്പോൾ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി പ്രതിപക്ഷ നിര ദുർബലമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ത്രികോണ പോരാട്ടത്തിനുള്ള ഏതായാലും ശേഷി പ്രതിപക്ഷ നിരയ്ക്കില്ല എന്നുള്ള ബോധ്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് മാറി നിൽക്കുമ്പോൾ ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഭിന്നമാകുന്ന ഒരു കാഴ്ചയിലേക്ക് കൂടി നമ്മൾ നയിക്കപ്പെടുന്നു. തിങ്കളാഴ്ചയാണ് ദ്രൗപദി മുർമു ഈ വീട്ടിൽ നിന്ന് പോയി രാഷ്ട്രപതി ഭവനിലേക്ക് യാത്രയാകുന്നത്. ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ എത്തുന്ന ആ ദിവസം വരെ വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. അതിവിടെ മാത്രമല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടി ഉണ്ടായിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരന്റെ പ്രതികരണമാണ്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ ഇന്ത്യ മുഴുവൻ ഒന്നായി പിന്നാക്ക വിഭാഗങ്ങളുടെ ആശയത്തിനൊപ്പം നിന്നപ്പോൾ കേരളം അതിന് വിരുദ്ധമായി ചിന്തിച്ചു. ഇക്കാര്യം കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെടണം എന്നുള്ളതാണ്. കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും BJP ലക്ഷ്യമിടുന്നത് ഇത് തന്നെയാണ്. ഈ സന്ദേശവുമായി BJP ആ മേഖലകളിലും പ്രചരണത്തിനിറങ്ങാനായി പോകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ കൂടിയാണ് ഇന്ന് തുടങ്ങുന്നത്. 25-ാം തീയതി വരെ എല്ലാ സ്ഥലങ്ങളിലും വലിയ ആഘോഷ പരിപാടികൾ അടക്കം നടത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ BJP ഉള്ളത്. വിജയ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ദ്രൗപദി മുർമുവിനെ പിന്തുണച്ച എല്ലാ MP-മാർക്കും MLA-മാർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചിരിക്കുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ദ്രൗപദി മുർമുവിനെ അവരുടെ വസതിയിലെത്തി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അവരുടെ വസതിയിലെത്തി അഭിനന്ദിച്ചു. പൂച്ചെണ്ട് നൽകിയാണ് നരേന്ദ്രമോദി ദ്രൗപദി മുർമുവിനെ അഭിനന്ദിച്ചത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ദ്രൗപദി മുർമുവിനെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. വലിയ ആഘോഷമാണ് BJP ക്യാമ്പുകളിൽ നടക്കുന്നത്. പ്രതിപക്ഷ നിരയിൽ 1877 വോട്ടുകളുടെ മൂല്യം, 1877 വോട്ടുകളാണ് യശ്വന്ത് സിൻഹയ്ക്ക് നേടാൻ കഴിഞ്ഞത്. അതിൽ കുറെ കൂടി മെച്ചപ്പെട്ട പ്രകടനം പ്രതിപക്ഷ നിരയ്ക്ക് കാഴ്ചവെക്കാൻ കഴിയുമെന്നായിരുന്നു ആദ്യം കണക്ക് കൂട്ടിയത്. പക്ഷേ ആ നിലയിലേക്ക് മുന്നേറാൻ പ്രതിപക്ഷ നിരയ്ക്കും കഴിഞ്ഞിട്ടില്ല. ദ്രൗപദി മുർമുവിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നിരയിൽ വലിയ വിള്ളലുണ്ടാവുകയും ചെയ്തു. അതാണ് ഉജ്ജ്വലമായ ഒരു വിജയം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് ഉണ്ടായത്. കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന UPA പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പോലും വോട്ടുകൾ ദ്രൗപദി മുർമുവിന് ലഭിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിപ്പ് ബാധകമല്ലാത്തതുകൊണ്ട് വ്യാപകമായി ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. 104 പ്രതിപക്ഷ MLA-മാരുടെ വോട്ടുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ ലഭിച്ചുവെന്നാണ് മൂന്നാം റൗണ്ടിലെ കണക്ക് വ്യക്തമാക്കുന്നത്. പക്ഷേ വോട്ടെണ്ണൽ അതിൻ്റെ അവസാന റൗണ്ടുകളിലേക്ക് എത്തിയപ്പോൾ അതിനപ്പുറത്തേക്ക് ഉള്ള ക്രോസ് വോട്ടിങ്ങിൻ്റെ കണക്കുകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം മുഴുവൻ വിവരങ്ങളും പുറത്തു വരാനുണ്ട്. ഈ ക്രോസ് വോട്ട് ചെയ്ത സംസ്ഥാനങ്ങളിലെ കണക്കുകൾ കൂടി വരാനുണ്ട്. ആന്ധ്രാപ്രദേശിലെ മുഴുവൻ വോട്ടുകളും ദ്രൗപദി മുർമുവിനാണ് എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അതൊക്കെ ഈ പ്രതിപക്ഷ നിരയിലുണ്ടായ ഭിന്നതയുടെയൊക്കെ സൂചനകളായാണ് വിലയിരുത്തപ്പെടുന്നത്. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വിളിച്ച യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള വോട്ടുകൾ പോലും പിന്നീട് ദ്രൗപദി മുർമുവിന് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിനൊപ്പം ഭരിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ വോട്ടുകൾ ദ്രൗപദി മുർമുവിന് ലഭിച്ചിട്ടുണ്ട്. NDA ക്യാമ്പിലല്ലാത്ത പല പാർട്ടികളുടെയും വോട്ടുകൾ അങ്ങനെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സാന്താൾ വിഭാഗത്തിൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട രാജ്യത്തെ ആദ്യ രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട് ദ്രൗപദി മുർമുവിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ. അല്പസമയം മുമ്പാണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ഭരണാധികാരി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ദ്രൗപദി മുർമു പുറത്ത് എത്തി അവിടെ കൂടിയിരുന്നവരുമായി സംസാരിച്ചു, അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. തിങ്കളാഴ്ചയാണ് പുതിയ രാഷ്ട്രപതി ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നത്. ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആദ്യ രാഷ്ട്രപതി എന്ന
പെരുമയിലേക്കാണ് അടുത്ത തിങ്കളാഴ്ച ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലി ചുമതലയേൽക്കുന്നത്. ഒഡീഷയിലെ ഉബർബേദ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് രാജ്യത്തിന്റെ പ്രഥമ പൗര എന്ന ബഹുമതിയിലേക്കുള്ള ദ്രൗപദി മുർമുവിന്റെ വളർച്ചയ്ക്കു പിന്നിൽ 2.5 പതിറ്റാണ്ട് നീണ്ട ക്രിയാത്മകമായ രാഷ്ട്രീയ ജീവിതമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ഈ ദിനം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമിടും. മുഖ്യധാരയുടെ മുൻവിധികൾ കാരണം അകലേക്ക്, ഏറെ അകലേക്ക് പാർശ്വവൽകൃതരായി മാറ്റി നിർത്തപ്പെട്ട ഗോത്രവിഭാഗക്കാരിൽ ഒരാൾ രാജ്യത്തിന്റെ പ്രഥമ പൗരയെന്ന സർവോന്നത പദവിയിലേക്കെത്തുന്നു. രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപയാകുന്ന രണ്ടാമത്തെ വനിതയെന്ന ഖ്യാതിയും രാജ്യചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് എന്ന നേട്ടവും ഇനി ദ്രൗപദി മുർമുവിന് സ്വന്തം. രാജ്യത്തിന്റെ 15ാമത് രാഷ്ട്രപതി കസേരയിലേക്ക് തുടക്കം മുതൽക്കേ ഉയർന്നു കേട്ട പേരാണ് ദ്രൗപദി മുർമുവിൻ്റേത്. സ്വത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് ദളിത് ഗോത്ര സമുദായങ്ങളെ പകുത്തുമാറ്റി ഹിന്ദുത്വ സ്വത്വത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതിനൊപ്പം കിഴക്കേ ഇന്ത്യയിലും ചുവടുറപ്പിക്കുക എന്നതുകൂടി BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യമായതോടെയാണ് ദ്രൗപദി മുർമു NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചത്. ഒഡീഷയിലെ സാന്താൾ ഗോത്ര വിഭാഗത്തിലാണ് ദ്രൗപദിയുടെ ജനനം. ഭുവനേശ്വറിലെ രമാദേവി വനിതാ സർവകലാശാലയിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ദ്രൗപദി അധ്യാപികയായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1997-ൽ BJP ടിക്കറ്റിൽ റായ്റംഗ്പൂർ നഗരസഭയിലേക്ക് മത്സരിച്ചാണ് രാഷ്ട്രീയ പ്രവേശം. 2000-ൽ റായ്റംഗ്പൂർ നഗരസഭ ചെയർപേഴ്സണായും പ്രവർത്തിച്ച ദ്രൗപദി 2 തവണ റായ്റംഗ്പൂർ മണ്ഡലത്തിൽ നിന്ന് MLA ആയി. BJP-BJD സഖ്യ സർക്കാരിൽ ഗതാഗത, വാണിജ്യ, ഫിഷറീസ് വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയുമായി. ഇതിനിടെ BJPയുടെ ST മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ST മോർച്ചയുടെ ദേശീയ നിർവാഹക സമിതി അംഗം എന്നിങ്ങനെ പാർട്ടിക്കുള്ളിലും ഒട്ടേറെ പദവികൾ വഹിച്ചു. പൊതുജീവിതത്തിൽ നേട്ടങ്ങൾ മുടക്കമില്ലാതെ തേടിയെത്തിയെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ നഷ്ടങ്ങളുടെ നീണ്ട നിര ദ്രൗപദിയെ വിടാതെ പിന്തുടർന്നു. 5 വർഷത്തിനിടയിൽ ഭർത്താവിനെയും 21 വയസ്സും 25 വയസ്സും പ്രായമുള്ള 2 ആൺമക്കളെയും നഷ്ടപ്പെട്ടു. ഹൃദയസ്തംഭനത്തെ തുടർന്നായിരുന്നു ഭർത്താവ് ശ്യാം ചരൺ മുർമുവിന്റെ വിയോഗം. ഇതിന്റെ സങ്കടം മാറുന്നതിന് മുൻപ് മൂത്തമകൻ ലക്ഷ്മണിനെയും ദ്രൗപദിക്ക് നഷ്ടമായി. 2012-ൽ ഒരു റോഡ് അപകടത്തിൽ ഇളയ മകനെയും മരണം കവർന്നെടുത്തു. ദ്രൗപദി പക്ഷേ തളർന്നില്ല. ആത്മസംയമനത്തോടെ മുന്നോട്ടു തന്നെ നടന്നു. 2015-ൽ ജാർഖണ്ഡ് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ വനിതയെന്ന ചരിത്രം കുറിച്ചു. ഇപ്പോഴിതാ രാജ്യത്തിന്റെ പ്രഥമ പൗരയെന്ന പെരുമയിലേക്കും. രാജ്യത്തിന്റെ നിയുക്ത രാഷ്ട്രപതിക്ക് ആശംസകൾ. റിസർച്ച് ഡെസ്ക് 24. രാധാകൃഷ്ണൻ ദ്രൗപദി മുർമുവിന്റെ ഡൽഹിയിലെ വസതിയിൽ തുടരുന്നുണ്ട്. ആർക്കെ കൂടുതൽ വിവരങ്ങൾ? ഇനിയും പ്രധാനപ്പെട്ട നേതാക്കൾ അവിടേക്ക് എത്താനുണ്ട്. കേന്ദ്രമന്ത്രിമാരൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. കൂടുതൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ദ്രൗപദി മുർമു ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും എന്ന സൂചനയുമുണ്ട്. എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്? അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. PC മോദി ഈ രാജ്യസഭാ സെക്രട്ടറി ജനറൽ, അദ്ദേഹമായിരുന്നു മുഖ്യ വരണാധികാരി. അദ്ദേഹം ഫലപ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. नहीं, आज सुबह से ये काउंटिंग की प्रक्रिया चालू थी और पहले जो पार्लियामेंट हाउस में जो मत पड़े उनकी गणना हुई. उसके बाद में जो स्टेट्स असेंबलीज़ में वहाँ जो वोट पड़े वो सारे बैलेट बॉक्सेस को यहाँ लाया गया था, उनकी गणना चालू हुई और पूरी गणना करने के बाद में कोटा निकाला गया और जो कोटा था उससे अधिक श्रीमती द्रौपदी मुर्मू जी को वोट मिले और जिसके आधार पे मैं निर्वाचन अधिकारी होने के नाते मैंने ये डिक्लेरेशन अभी उनके सुपुर्द किया है. सर, कितने ज़्यादा वोट मिले उनको? कुछ कोटे से ज़्यादा है तो थोड़ा बता पाएं? उनको कुल मिला के करीबन 64% वोट मिले. 15 ही वोट अमान्य हुए या उसके बाद ज़्यादा हुए? नहीं, जो टोटल वोट अमान्य हुए 53 वो 53 हुए. हाँ, मैं आपको पूरा ही बता सकता हूँ. श्रीमती द्रौपदी मुर्मू जी को 2824 वोट मिले, जिनका मूल्य था 6,76,803 और यशवंत सिन्हा जी को
1877 वोट मिले, जिनका मूल्य था 3,80,177। धन्यवाद। PC മോദിയാണ് സംസാരിച്ചത്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ അദ്ദേഹമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ മുഖ്യ വരണാധികാരിയുടെ ചുമതല വഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അത് ഔദ്യോഗികമായി നടത്തിയ ശേഷം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു. 2824 വോട്ടുകളാണ് ദ്രൗപദി മുർമുവിന് ലഭിച്ചത്. ഏതാണ്ട് 6,76,803 ഇതാണ് ആകെ വോട്ട് മൂല്യം. 17 MP-മാരാണ് ക്രോസ് വോട്ട് ചെയ്തതായി കണക്ക്. 104 MLA-മാർ ക്രോസ് വോട്ട് ചെയ്തു. ഇതൊരു പക്ഷേ മൂന്നാം റൗണ്ടിലെ കണക്കാണ് MLA-മാരുടേത്. കേരളത്തിൽ അനുകൂലമായി ഒരു വോട്ട്, അതൊരു പ്രധാനപ്പെട്ട വിവരമാണ്. കേരളത്തിൽ നിന്ന് ദ്രൗപദി മുർമുവിന് ഒരു വോട്ട് ലഭിച്ചിട്ടുണ്ട്. നമുക്കതൊരു ക്രോസ് വോട്ട് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു വോട്ട് ദ്രൗപദി മുർമുവിന് അനുകൂലമായിട്ടുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഒരു പക്ഷേ അതിൽ കുറച്ച് രാഷ്ട്രീയ കൗതുകം കൂടിയുണ്ട്. ഒരു വോട്ട് ദ്രൗപദി മുർമുവിന് കേരളത്തിൽ അനുകൂലമായിട്ടുണ്ട്. LDF UDF എന്നതിനപ്പുറത്ത് ഒരു വോട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിപ്പ് ബാധകമല്ല. അതുകൊണ്ട് ക്രോസ് വോട്ട് എന്ന പ്രയോഗം തന്നെ എത്രത്തോളം ശരിയാണെന്നറിയില്ല. വിപ്പ് ബാധകമല്ലാത്തതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഒരു വോട്ട് കേരളത്തിൽ ദ്രൗപദി മുർമുവിന് ലഭിച്ചു എന്ന വിവരവും ഇപ്പോൾ വരുന്നുണ്ട്. ആർ രാധാകൃഷ്ണനിലേക്ക് പോകാം. അദ്ദേഹം RK ഇപ്പോൾ ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം PC മോദി ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ കണ്ടു. കണക്കുകൾ അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. ഈ കേരളത്തിൽ നിന്നുള്ള ഒരു വോട്ടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ RK? അതൊരു രാഷ്ട്രീയ കൗതുകമാണ്. എങ്ങനെയാണ് അത്തരം ഒരു വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞത്? എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ദ്രൗപദി മുർമുവിന് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്കുള്ള വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഒരു വോട്ട് ലഭിച്ചിട്ടുണ്ട് അല്ല? എന്തൊക്കെയാണ് വിവരങ്ങൾ RK? ഇക്കാര്യം നമ്മൾ ഈ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു വോട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്രോസ് വോട്ട് നടന്നു എന്ന് നമുക്കിപ്പോൾ സാങ്കേതികമായി പറയാൻ സാധിക്കുമെങ്കിലും അത് ഏതർത്ഥത്തിൽ നടന്നു, അല്ലെങ്കിൽ അത് ഏത് വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇനിയും നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടികൾ പക്ഷം ഒക്കെ പ്രഖ്യാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ MP-മാരുടെ കണക്ക് അടക്കം അദ്ദേഹം പറയുന്നുണ്ട്. 17 MP-മാർ ക്രോസ് വോട്ട് ചെയ്തു എന്നതടക്കം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഈ കക്ഷി നില തിരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ തനിക്ക് കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അത് ലഭ്യമാകും എന്ന് നമുക്ക് കരുതാം. ഏതായാലും വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും അവസാനത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഒരു വോട്ട് ക്രോസ് വോട്ടായി ഉണ്ട് എന്നുള്ളത് കൗതുകമുള്ള ഒരു കാര്യം. നിയമസഭയിൽ 139 അംഗങ്ങളുടെ പിന്തുണ യശ്വന്ത് സിൻഹയ്ക്ക് ലഭിച്ചു. NDA സ്ഥാനാർത്ഥി ദ്രൗപദി മുർമുവിന് സംസ്ഥാനത്ത് ഒരു MLA വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് ആരാണ്, എന്താണ് ആ സാഹചര്യം തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. പക്ഷേ കേരളത്തിലും ഒരു വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് ആ നിലയ്ക്ക് കണക്കാക്കുമ്പോൾ, അല്ലേ? അതാണ് 139. അതായത് യശ്വന്ത് സിൻഹ കേരളത്തിൽ പ്രചാരണത്തിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് 100% വോട്ട് കിട്ടുന്ന സംസ്ഥാനത്തു നിന്നാണ് ഞാൻ എൻ്റെ പ്രചാരണം തുടങ്ങുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശം രാജ്യത്തിന് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് 100% പേരും പിന്തുണയ്ക്കുന്ന ഒരു സംസ്ഥാനത്തു നിന്ന് വോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം JDS രാജ്യത്താകെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ദ്രൗപദി മുർമുവിനാണ്. പക്ഷേ സംസ്ഥാന ഘടകം പ്രത്യേക അനുമതി വാങ്ങി അത് യശ്വന്ത് സിൻഹയ്ക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. SG ദേവഗൌഡയെ കണ്ട് സംസ്ഥാന നേതാക്കൾ അതിന് അനുവാദം തേടുകയും അത് അത്തരം ഒരു തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്തത് നമുക്കറിയാം. അത് ആ ദിവസങ്ങളിലെ ഒരു വാർത്തയായിരുന്നു. JDS-ന് ആ തീരുമാനം. അതിനിടയിലാണ് ഒരംഗം 140 അംഗ കേരള നിയമസഭയിലെ ഒരംഗം ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്തു എന്ന വിവരം വരുന്നത്. യശ്വന്ത് സിൻഹ പ്രതീക്ഷിച്ചതുപോലെ 100% വോട്ട് കിട്ടുമെന്ന് അദ്ദേഹം കരുതിയ സ്റ്റേറ്റ് അല്ല കേരളം. അദ്ദേഹം പ്രചാരണം തുടങ്ങിയ സംസ്ഥാനം 100% വോട്ട് അദ്ദേഹത്തിന് നൽകിയില്ല. ഒരു വോട്ട് ഇവിടെയും ദ്രൗപദി മുർമുവിന് ലഭിച്ചിട്ടുണ്ട്. വോട്ട് മൂല്യം കണക്കിലെടുക്കുമ്പോൾ അതും ഈ 6,76,803 വന്നിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും, അല്ലേ RK?
വിജയൻ, ഇതിൽ സാങ്കേതികമായിട്ട് ഇപ്പോഴും ഒരു ചെറിയ സംശയം നിലനിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, യു പിയിൽ നിന്നുള്ള ഒരു MLA കേരളത്തിലാണ് വോട്ട് ചെയ്തത്. ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്ന സമയമായതുകൊണ്ട് തന്നെ കേരളത്തിൽ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാങ്കേതിക നടപടിക്രമങ്ങളിൽ ഈ എണ്ണൽ വന്നത് അല്ലെങ്കിൽ ആ വോട്ട് പെട്ടത് കേരളത്തിൻ്റെ കൂട്ടത്തിലാണ് എന്നത് അടക്കമുള്ള കാര്യമാണോ ഈ രീതിയിൽ വന്നിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. ഏതായാലും കേരളത്തിൽ നിന്ന് വന്ന ബാലറ്റ് ബോക്സിൽ ഒരു വോട്ട് അത് കേരളത്തിൽ നിന്നും ദ്രൗപദി മുർമുവിന് അനുകൂലമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കാനായി സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതൽ ഈ വോട്ടിംഗ് നില സംബന്ധിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. ആ ഘട്ടത്തിലായിരിക്കും അത് വ്യക്തമാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഈ ക്രോസ് വോട്ടിംഗ് എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ സാങ്കേതികമായി പറ്റുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഏതായാലും കേരളത്തിൽ നിന്ന് വന്ന ബാലറ്റ് ബോക്സിൽ ഒരു വോട്ട് ദ്രൗപദി മുർമുവിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. വിജയൻ, യെസ്, 60%-ത്തിലധികം വോട്ട്, ഏതാണ്ട് 60% വോട്ട് നേടിയാണ് ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിലേക്ക് വരുന്നത്. കേരളത്തിൽ നിന്നുള്ള ഒരു വോട്ടും ദ്രൗപദി മുർമുവിന് ലഭിച്ചിട്ടുണ്ടെന്ന വിവരം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ആർക്കെ സൂചിപ്പിച്ചതുപോലെ ചില സാങ്കേതികമായ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു MLA കേരളത്തിലാണ് വോട്ട് ചെയ്തത് എന്ന തരത്തിലുള്ള വിവരം വരുന്നുണ്ട്. പക്ഷേ 140-ൽ 139 എന്നതാണ് കണക്കെങ്കിൽ അതിൽ ദ്രൗപദി മുർമുവിന് കേരളത്തിൽ നിന്നൊരു വോട്ട് എന്ന് നമുക്ക് കണിശമായും പറയാം. പക്ഷേ അതിലൊരു വ്യക്തത വരുത്താൻ കുറച്ച് സമയം കൂടി വേണ്ടിവരും. നേരത്തെ ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ദ്രൗപദി മുർമുവിനെ തെരഞ്ഞെടുത്തതായി രാജ്യസഭാ സെക്രട്ടറി ജനറലും റിട്ടേണിംഗ് ഓഫീസറുമായ PC മോദിയാണ് പ്രഖ്യാപിച്ചത്. വിജയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർട്ടിഫിക്കറ്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ദ്രൗപദി മുർമുവിന് കൈമാറും. അന്തിമ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് 6,76,803 വോട്ട് മൂല്യമാണ് ദ്രൗപദി മുർമുവിനുള്ളത്. അത് ഏതാണ്ട് 60%-ത്തിലധികം വോട്ടാണ്. BJP ക്യാമ്പ് കരുതിയതിനപ്പുറത്തേക്ക് അതിൽ വോട്ട് പോയിട്ടുണ്ട്. കേരളത്തിലെ വോട്ട് മറിഞ്ഞത് അത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്നതടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ കൗതുകം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും അതിൽ കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. 60% വോട്ട് നേടുക എന്ന BJP ലക്ഷ്യം ആയിരുന്നു, അത് പാലിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കണക്ക് 60% വോട്ട് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം NDA ക്യാമ്പിൽ നിന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് NDAക്ക് അപ്പുറത്തേക്ക് UPAക്കൊപ്പമോ അല്ലെങ്കിൽ മൂന്നാം ചേരിയിലൊക്കെ നിൽക്കുന്ന MLAമാരുടെ വോട്ടുകൾ കൂടി വന്നിട്ടുണ്ട്. 104 MLAമാർ വോട്ട് ചെയ്തു BJPക്ക് അനുകൂലമായി, BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി എന്നാണ് നേരത്തെ നമ്മൾ അറിഞ്ഞത്. അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് പുതിയ കണക്കുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി രാധാകൃഷ്ണനിലേക്ക്. ആർക്കെ ഈ 104 MLAമാരാണ് പ്രതിപക്ഷ നിരയിൽ നിന്ന് ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്തത് എന്നത് 3ാം റൗണ്ടിലെ കണക്കായിരുന്നു. പിന്നീട് നടന്ന വോട്ടെണ്ണൽ നടന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ MLAമാർ ഈ ക്രോസ് വോട്ട് ചെയ്തിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പുതുതായി നൽകാൻ കഴിയുമോ? regarding that 60%-ത്തിലേറെ വോട്ടുകൾ നേടിയാണ് ദ്രൗപദി മുർമുവിൻ്റെ ഈ വിജയം. ദ്രൗപദി മുർമുവിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവരെ സന്ദർശിക്കാനായി അവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ JP നദ്ദ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി തുടങ്ങിയ പ്രമുഖർ അവിടെ എത്തി ദ്രൗപദി മുർമുവിനെ അഭിനന്ദിച്ചിരുന്നു. ഇപ്പോഴും നേതാക്കന്മാർ അവിടേക്ക് എത്തുന്നുണ്ട്. ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തു വന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ദ്രൗപദി മുർമു വീട്ടിലേക്ക് പോയത്. അല്പസമയത്തിനകം മുഖ്യ ഭരണാധികാരി വസതിയിലെത്തി ഈ സർട്ടിഫിക്കറ്റ്, തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന സർട്ടിഫിക്കറ്റ് ഔദ്യോഗികമായി കൈമാറും. അതോടെ നിയുക്ത രാഷ്ട്രപതി എന്ന പരിഗണന ദ്രൗപദി മുർമുവിന് ലഭിക്കും. ഞാൻ ഒരിക്കൽ കൂടി ആർക്കെയിലേക്ക് പോവുകയാണ്. ആർക്കെ, ഔദ്യോഗിക വസതിയിൽ നിന്നുള്ള ദ്രൗപദി മുർമുവിൻ്റെ വസതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് അടുത്ത നീക്കങ്ങൾ? തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വലിയ ഒരാഘോഷമാക്കി മാറ്റുമോ BJP? രാഷ്ട്രീയ വിജയം എന്ന നിലയിൽ തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും ഈ വലിയ ഉജ്ജ്വല വിജയത്തെ NDA ക്യാമ്പ് വിലയിരുത്തുക.
തീർച്ചയായിട്ടും ആണ് വിജയൻ. കാരണം ഇതിനകം തന്നെ നിയുക്ത രാഷ്ട്രപതി ആയി കഴിഞ്ഞിരിക്കുന്നു ദ്രൗപദി മുർമു. രാജ്യസഭാ സെക്രട്ടറി ജനറൽ ഇവിടെ എത്തി വിജയിച്ച സർട്ടിഫിക്കറ്റ് കൈമാറിയതോടെ നിയുക്ത രാഷ്ട്രപതിയായി മാറിയിരിക്കുന്നു ദ്രൗപദി മുർമു. ഇനി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളിലും അടക്കമുള്ളവ ദ്രൗപദി മുർമു വിധേയായിരിക്കും. വലിയ നിയന്ത്രണങ്ങളാണ് ഇന്നു മുതൽ ഉണ്ടാവുക. നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ചകളടക്കം അവിടെ നിന്നുള്ള ആളുകൾ ഈ ഒഡീഷയിൽ നിന്നടക്കമുള്ള അവരുടെ ബന്ധുക്കളടക്കമുള്ളവർ ഇവിടേക്ക് വരുന്നുണ്ട്. തിങ്കളാഴ്ചയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. സത്യപ്രതിജ്ഞ ഒരു ആഘോഷമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് BJP ഇതിനകം നടത്തിയിരിക്കുന്നതും ഇപ്പോൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് ഇതിലൊരു കണക്കുണ്ട്. ഈ ദ്രൗപദി മുർമുവിൻ്റെ ഈ രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വത്തിലേക്കുള്ള വരവിനെ ഇത്ര വലിയ ആഘോഷമാക്കി BJP മാറ്റുന്നതിന് ഒരു വലിയ കണക്കുണ്ട്. അതിൽ ആ കണക്കിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഏതാണ്ട് 10-ലധികം സംസ്ഥാനങ്ങളിൽ വരുന്ന ഗുജറാത്തിലടക്കമുള്ള തെരഞ്ഞെടുപ്പിൽ നിർണായക വോട്ടിംഗ് ശതമാനമാണ് ഈ ആദിവാസി ഗോത്ര മേഖലയിലുള്ള ജനവിഭാഗങ്ങൾ. അവരുടെ വോട്ട് നേടുക എന്നുള്ളത് BJPയെ സംബന്ധിച്ച് ഒരു പുതിയ മേഖലയിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരം തന്നെയാണ്. ഏത് വിധത്തിലുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉള്ളെടുത്താണെങ്കിലും ആ വോട്ട് പെർസെൻറ്റേജ് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ BJPയെ സംബന്ധിച്ച് അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. കൂടുതൽ സീറ്റ് നേടാനായിട്ടുള്ള അവസരം ഉണ്ടാക്കും. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, അത് ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടി പ്രയോജനപ്പെടും എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് BJP ആഘോഷമാക്കി മാറ്റാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കൂടുതൽ സജീവമായിട്ട് നടത്തുകയാണ് എന്നത് വ്യക്തമാകും. പ്രധാനമന്ത്രി അടക്കമുള്ളവർ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. ആശംസകൾ അറിയിക്കാനാണ് എത്തിയത്. ഈ ഘട്ടത്തിൽ തന്നെ, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് BJP വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. പ്രതിപക്ഷം പറഞ്ഞ അതേ രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് തങ്ങൾ കടക്കുന്നത് എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു സാങ്കത്യം വിവരിച്ചുകൊണ്ടാണ് എല്ലാവരോടും ദ്രൗപദി മുർമുവിന് അനുകൂലമായിട്ടുള്ള വോട്ട് BJP തേടുകയും ചെയ്തത്. BJP ലക്ഷ്യമിട്ട ആ രാഷ്ട്രീയ വിജയം അവർക്ക് നേടിയെടുക്കാനായി സാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച ലക്ഷ്യം നേടിയെടുക്കാനായി അവർക്ക് സാധിച്ചിരിക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഉത്തരേന്ത്യയിൽ മാത്രമല്ല, തെക്കൻ മേഖലകളിലേക്കും ശ്രദ്ധ പതിപ്പിക്കാൻ, ദക്ഷിണേന്ത്യയിൽ അടക്കം ശ്രദ്ധ പതിപ്പിക്കാനായി BJP ഇതിനകം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഒരു ഭാഗം എന്ന രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട്. ആദിവാസി വിഭാഗങ്ങളുടേത് അല്ലെങ്കിൽ പിന്നാക്ക ജനവിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ബ്രാഹ്മണ മേധാവിത്വം, ആ വിധത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയിട്ട് BJP നടത്തുന്ന ഒരു ശ്രമങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് ഇതിൻ്റെ ചലനം. ഈ 10 സംസ്ഥാനങ്ങളിൽ വലിയ അല്ലെങ്കിൽ ഈ നിർണായക ശക്തിയായിട്ടുള്ള ആദിവാസി മേഖലകൾ ഉണ്ട് എന്നുള്ള സ്ഥലങ്ങൾക്ക് ഉപരി മറ്റ് സ്ഥലങ്ങളിൽ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണ കൂടി ലഭിക്കും എന്നാണ് BJP കരുതുന്നത്. ഈ ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. ഒപ്പം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം കൂടി നമുക്ക് വിലയിരുത്തി കഴിഞ്ഞാൽ BJPയുടെ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തുടരുക. ഒരു ഇടവേള ഉള്ള സമയമാകുന്നു. അതിനു മുമ്പ് ഒരു കൗതുകമുള്ള ഒരു കണക്ക് കൂടിയുണ്ട്. കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ടുമായി ബന്ധപ്പെട്ടാണ് ആ കണക്ക്. കഴിഞ്ഞ തവണ BJPക്ക് NDA ക്യാമ്പിന് ലഭിച്ച അത്രയും വോട്ട് ഇത്തവണ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന കണക്ക് വരുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിന് കിട്ടിയതിനേക്കാൾ കുറച്ചുകൂടി വോട്ട് മൂല്യം പ്രതിപക്ഷ ക്യാമ്പിന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ സാഹചര്യമല്ല ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുള്ളത്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം കുറെ കൂടി ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന അത്രയും BJP MLA-മാർ അത്തരം സംസ്ഥാനങ്ങളിലെങ്കിലും 60% വോട്ട് സമാഹരിക്കുക എന്ന BJPയുടെ രാഷ്ട്രീയ തന്ത്രം ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രതിപക്ഷ നിരയുടെ പ്രതീക്ഷ അത് ദ്രൗപദി മുർമുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ അത് അസ്തമിക്കുകയും പിന്നീട് പ്രതിപക്ഷ നിര ഛിന്ന ഭിന്നമാകുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ ഈ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കണ്ടു. അതാണ് കേവലം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ വിഷയമായി ഇത് മാറുകയും അതൊരു രാഷ്ട്രീയ പോരാട്ടമായി കാണുകയും ചെയ്തത്. അങ്ങനെ 100% വോട്ട് ഉറപ്പുള്ള ഒരു സംസ്ഥാനത്താണ് യശ്വന്ത് സിൻഹ പ്രതിപക്ഷ നിരയിലെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയത്. പക്ഷേ 139 വോട്ടുകളെ ദ്രൗപദി മുർമുവിന് കേരളത്തിൽ നിന്ന് കിട്ടിയുള്ളൂ എന്ന ഒരു കണക്ക് കൂടി വരുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് കാത്തിരിക്കുകയാണ്. ആരായിരിക്കാം ഒരാൾ എന്നതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അത്തരം കണക്കുകൾ കൂടി, ഈ വോട്ടിൻ്റെ കണക്കുകൾ കൂടി എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ മുഴുവൻ വോട്ടുകളും ദ്രൗപദി മുർമുവിനാണ് ലഭിച്ചതെന്ന കണക്ക് വരുന്നുണ്ട്. പ്രതിപക്ഷ നിരയിലെ ഭിന്നതയുടെയൊക്കെ കൂടുതൽ തെളിവാണ് അത് വ്യക്തമാക്കുന്നത്.